പെൺകുട്ടികളോട് ക്യാമ്പസ് എന്ന് ഏതൊക്കെയോ LGBT ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? കണ്ടില്ലേ, ഇസ്ലാമില് മാത്രം ആണുങ്ങൾക്ക് ഡബിളാണ് സ്വത്ത്, പെണ്ണുങ്ങൾക്ക് പാതിയേ ഉള്ളൂ. ഇതെങ്ങനെയാണ് നമ്മൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക? കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ബാക്കിയുള്ള എല്ലായിടത്തും ആൾക്കാർക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ തുല്യമാണ്. ഇസ്ലാമിലാകട്ടെ ആണിന് പാതി, അല്ല പെണ്ണിന് പാതി, ആണിന് ഇരട്ടിയാണ്. വൈ എന്ന ചോദ്യം നിങ്ങളോട് ക്യാമ്പസ് നിന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്കും തോന്നാണ് ശരി എന്നല്ലേ എന്ന്. എന്നിട്ട് അത് വെച്ചിട്ട് ആളുകൾ രാഷ്ട്രീയപരമായും അല്ലാതെയും മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇസ്ലാമിൽ അതിന്റെ ഇപ്പുറത്തുള്ള നിയമങ്ങൾ നിങ്ങൾ പഠിക്കണം. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ പറയുന്ന ഒരു ഉദാഹരണം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു ആങ്ങളെയും ഒരു പെങ്ങളെയും ഒന്നിച്ചൊരു വാപ്പ വിടുകയാണ് ദുബായിലേക്ക് വിട്ടിട്ട് പറയാണ്, നിങ്ങളൊരു 6 മാസം അവിടെ നിന്നിട്ട് വരിൻ, പക്ഷേ ഫുൾ ചെലവ് മോനെ നീ എടുക്കണം. വിസയുടെ ചെലവ് നീ എടുക്കണം, ടിക്കറ്റിന്റെ ചെലവ് നീ എടുക്കണം, അവിടുത്തെ ഭക്ഷണത്തിന്റെ ചെലവെടുക്കണം, അവിടുത്തെ ഫുൾ റൂമിൻ്റെത്, അവിടെ കറങ്ങുന്ന വാഹനത്തിൻ്റെത്, എല്ലാ ചെലവും നിന്റേത്. ഇതാ നിന്റെ കയ്യിലേക്ക് 5 ലക്ഷം രൂപ ഞാൻ തരുന്നു. മോളോട് പറയാണ്, മോളെ നീ റൂം എടുക്കരുത്, നീ ഭക്ഷണത്തിന് പൈസ ഇറക്കരുത്, ടിക്കറ്റിന് പൈസ ഇറക്കരുത്, വിസയ്ക്ക് പൈസ ഇറക്കരുത്, അവിടെ കറങ്ങാനുള്ള വാഹനത്തിനൊന്നും 1 രൂപ പോലും നീ കൊടുക്കരുത്. എന്നാ 2.5 ലക്ഷം രൂപ പിടിച്ചോ. ഇതിലേതാ നിങ്ങൾ സ്വീകരിക്കുക? നിങ്ങൾ പറ, ഏതാ സ്വീകരിക്കുക? രണ്ടാമത്തതാണോ ഒന്നാമത്തതാണോ? കാരണം ഒന്നാമത്തത് സ്വീകരിച്ചാൽ ചിലപ്പോ എല്ലാ ചെലവും കൂടി 3-3.5 ചിലപ്പോ 5 മുതൽ നിൽക്കൂല. പക്ഷെ ഈ പെൺകുട്ടിക്ക് 2.5 ഒന്നും ചെലവാക്കാതെ കിട്ടാൻ. ഇറ്റ് ഈസ് ഇസ്ലാം. ഇസ്ലാം പറയുന്നത്, ഏ മനുഷ്യ, ഏ ആണേ, പുരുഷ, നീയാണ് വീട് വെക്കേണ്ടത്, നീയാണ് ഭക്ഷണം ചെലവഴിക്കേണ്ടത്, നീയാണ് വസ്ത്രം ചെലവാക്കേണ്ടത്. പാവപ്പെട്ട പെൺകുട്ടിയെ ഒന്നുകൊണ്ടും നീ ബുദ്ധിമുട്ടിക്കരുത്. അവളുടെ കയ്യിൽ നിന്നൊരു നയാ പൈസ പോലും നീ വാങ്ങിക്കരുത്. വീട് വെക്കാൻ അവരുടെ കയ്യിൽ നിന്നൊന്നും നീ വാങ്ങിക്കരുത്. അവർക്ക് വസ്ത്രത്തിന് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് നീ ഒന്നും വാങ്ങിക്കരുത്. അവൾക്ക് നിതാന്തമായി മരണം വരെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അവളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കരുത്. നിന്റെ മക്കളുടെ കാര്യം, നിന്റെ ഭാര്യയുടെ കാര്യം, നിന്റെ എല്ലാവരുടെ കാര്യവും ഏ പുരുഷ നീ നോക്കണം. എന്നാ പഠിച്ചോ ഇരട്ടി സ്വത്ത്. പക്ഷേ മോളെ നീ ഒന്നും ചെയ്യരുത് എന്ന് ഇസ്ലാം പറഞ്ഞിരിക്കുന്നു. അതിന്റെ പേരിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾ? അപ്പൊ സത്യത്തിൽ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ, ഈക്വാലിറ്റി എന്ന് പറയുന്ന അഥവാ തുല്യം എന്ന് പറയുന്ന സാധനത്തിൽ ആണിനും പെണ്ണിനും തുല്യം തന്നെയാണ്. കാരണം തുല്യം തന്നെയാണ്. ഇപ്പൊ എന്റെ കൂടെ വന്നിട്ടുള്ളത്, അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടില്ല, അദ്ദേഹം മലപ്പുറം ജില്ലയിലെ ജസ്റ്റിസ് ആണ്. എന്റെ കൂടെ കാറിൽ വന്നിട്ടുള്ള അദ്ദേഹം, ഞാൻ പറഞ്ഞ സ്റ്റേജിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് അഡ്വക്കേറ്റ് ജാബിർ, ജില്ലാ നോട്ടറിയാണ്. ഇപ്പൊ അദ്ദേഹം ജുവലിംഗ് ജസ്റ്റിസ് ആണ്. അദ്ദേഹം എന്നോട് പറയാറുണ്ട്, എല്ലാ നിയമങ്ങളും ഇങ്ങനെ പരിധി നോക്കിയാൽ ഇസ്ലാമിലെ സ്വത്താവകാശം പോലെ ശുദ്ധമായ ഒരു സ്വത്താവകാശം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവരത് അങ്ങേയറ്റം പഠിച്ചവരാണ്. എന്നിട്ട് ക്യാമ്പസിൽ വെച്ചിട്ട് കുട്ടികൾ നമ്മളോട് ചോദിക്കാണ്, മറ്റെല്ലാറ്റിലും ഇരട്ടി, നിങ്ങൾക്ക് പാതി, ഇതെന്താ ഇങ്ങനെ, എന്താ ഇസ്ലാമിൽ ഇങ്ങനെ എന്ന് ചോദിക്കാൻ. അതിന്റെ ഇപ്പുറത്തേക്ക് വാ. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരം പഠിക്കാനാണ് ഡീപ്പായിട്ട് നമ്മൾ ദീന് പഠിക്കണമെന്ന് പറയുന്നു. പ്രിയപ്പെട്ട പെൺകുട്ടികളും എല്ലാവരും. രണ്ടാമത്തെ ഘട്ടം എന്താണെന്നറിയോ? ദഅവത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. അപ്പൊ ദഅവത്തും തഅലീമുമായി വിശുദ്ധ ഖുർആനും തിരു ഹദീസും നമ്മൾ പഠിക്കുക. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉസ്താദുമാര് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. തലബൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ വിചാരിച്ചത് ദീന് പഠിച്ചവരൊക്കെ ഉസ്താദുമാർ, മാഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ, അതുകൊണ്ട് ഭൗതികരായ നമുക്കൊന്നും അത് പഠിക്കണ്ട എന്നൊരു തോന്നലുണ്ട്. ഞാൻ ഇന്നാള് ബാംഗ്ലൂരിൽ ഒരു പരിപാടിക്ക് പോയിരുന്നു. ആ ബാംഗ്ലൂരിലെ പരിപാടിയിൽ എന്താണെന്നറിയോ? ഡോക്ടർ അൻസാരി അടക്കം അവിടുത്തെ ഭയങ്കര തിരക്ക് പിടിച്ച ഡോക്ടേഴ്സ്, അവിടുത്തെ IT വിദഗ്ധന്മാർ, അങ്ങേയറ്റം സാലറി വാങ്ങിക്കുന്ന എഞ്ചിനീയർമാർ, ഇവരൊക്കെ 5 കൊല്ലത്തെ ദീനി കോഴ്സ് കഴിഞ്ഞിട്ട് അതിന്റെ സന്നദ്ധാനത്തിനാണ് ഞാനീ പോണേ. നദ്വി സാഹിബൊക്കെ വന്നുകൊണ്ടുള്ള പരിപാടി, സൽമാൻ ഹുസൈൻ നദ്വി, റാബി ഹസൻ നദ്വി. കാരണം അവരുടെ ഖാമിസ എന്ന് പറയുന്ന 5 വർഷത്തെ ഖുർആനും ഹദീസൊക്കെ പഠിച്ച് അവർ നദ്വി ബിരുദം കൊടുത്തിട്ട് ഇറക്കാണ്. ഓരോ ഡോക്ടേഴ്സിനും നദ്വി ബിരുദം കൊടുത്തിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കണ്ട ഈ സാധനം പഠിക്കേണ്ടത് ഇവര് മാത്രമാണ്, നമ്മളൊക്കെ ഫ്രീ ആയിട്ട് നടക്കണമെന്ന്. അങ്ങനെയല്ല. നമ്മൾ ഡോക്ടേഴ്സ് ആണോ, ഖുർആനും ഹദീസും പഠിച്ചിരിക്കണം. അത്യാവശ്യത്തിന് നമ്മൾ ആലിമാന്നൊന്നും പറഞ്ഞ് നടക്കണ്ട. പക്ഷെ നിങ്ങൾ മുത്തഅല്ലിമാന്ന് പറഞ്ഞോ. എന്നിട്ട് നമ്മൾ സുന്ദരമായിട്ട് ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, അതിമനോഹരമായിട്ട്. അത് ഉസ്താദുമാരോട് ചോദിച്ച് നമ്മൾ പഠിക്കണം. സ്വന്തമായിട്ട് ഇങ്ങനെ വായിച്ചു പഠിക്കല്ല.
നമ്മുടെ മുമ്പിൽ ഒരു നല്ലൊരു ഗുരുനാഥൻ ഉണ്ടാകണം. ആ ഗുരുനാഥൻ നമുക്ക് വഴി കാണിച്ചു തരും. നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണം. അത് പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇഷ്ടം പോലെ പെണ്ണുങ്ങളായിട്ടുള്ള ഒരുപാട് വലിയ വലിയ ആലിമാത്തുകളുണ്ട്. അങ്ങനെ നമ്മൾ ദീനിയായിട്ടൊരു ചിട്ടവട്ടത്തോടു കൂടി പോവുക എന്നതാണ് മഹല്ല് സംഗമത്തിന്റെ ഉദ്ദേശം. അങ്ങനെ ഉണ്ടായാൽ എന്തൊക്കെ ഉണ്ടാവും എന്നറിയോ? അടുത്ത തലമുറ നന്നായിട്ട് പഠിക്കും. അടുത്ത തലമുറയെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഞാൻ നിങ്ങൾ ഉപദേശിക്കുകയല്ല. കാരണം നമ്മുടെയൊക്കെ നാട്ടില് ദുബായ് എന്ന് പറയുന്നത് ഓപ്പൺ, അല്ലെങ്കിൽ ഇപ്പൊ യൂറോപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ. ഇപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഒരുപാട് യൂറോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. എന്റെ മോനും പോയി ഇപ്പൊ അടുത്തിടെ പ്രശസ്തമായൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് രണ്ടാമത്തെ മോനും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അടുത്ത മാസം. ആകെ അവിടെ ഇന്ത്യക്കാരായിട്ട് 10 വിദ്യാർത്ഥികളെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ നമുക്ക് സന്തോഷമായി. കാരണം എന്താന്ന് വെച്ചാൽ 100 ചില്ലാനും രാജ്യക്കാരോടൊപ്പം പഠിക്കാം. പക്ഷേ അവര് പഠിക്കുന്ന ക്യാമ്പസിന്റെ തൊട്ടപ്പുറത്ത് ജുമാ മസ്ജിദ്, അതിന്റെ തൊട്ടപ്പുറത്ത് 2 പിന്നെ ഇതേപോലത്തെ ജുമാ മസ്ജിദ്, 2 നിസ്കാര പള്ളികൾ. അപ്പൊ പുറത്തേക്ക് നമ്മൾ പോവാ എന്ന് പറഞ്ഞാൽ അത് പോകേണ്ട രീതിയിൽ പോകണം. അല്ലാതെ ഏതെങ്കിലും ഏജൻസിക്ക് കുറെ പൈസയും കൊടുത്ത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തലല്ല. നല്ല ടെസ്റ്റുകൾ എഴുതിയിട്ട് അതിമനോഹരമായിട്ട് പോകാൻ നമുക്ക് പറ്റണം. അങ്ങനെ എത്തിക്കഴിഞ്ഞവരുണ്ട്. എന്നിട്ട് അവിടെ വർഷങ്ങളോളം പഠിച്ചിട്ട് തിരിച്ചു വന്നവരുണ്ട് അതിമനോഹരമായി. ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ അതിൽപ്പെട്ടതാണ്. ഇനി ഞാനത് ആവർത്തിച്ചു പറയുന്നു. 80 രാജ്യം ഭരിക്കുന്ന ജോർജിന് നേരെ ഇന്ത്യക്ക് വേണ്ടി വിരൽ ചൂണ്ടിക്കൊണ്ട്, മിസ്റ്റർ ജോർജ്, if you ask about my religion, firstly, secondly, finally, I'm a Muslim, I'm a Muslim, I'm a Muslim. Mr. George, if you ask about my nation, firstly, secondly, finally, I'm an Indian, I'm an Indian, I'm an Indian only, Mr. George. നിങ്ങൾ ചോദിക്കുന്ന എന്റെ മതത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാനാണ് മിസ്റ്റർ ജോർജ്. നിങ്ങൾ ചോദിക്കുന്ന എന്റെ രാജ്യത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് എന്ന് പ്രകോപനപരമായി പ്രസംഗിച്ചിട്ട് സ്റ്റോപ്പ് ദാറ്റ്, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ, പ്രവാചകന്റെ പേര് ഇവിടെ പറയരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ജൗഹറി വാക്കും പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. തുർക്കിത്തൊപ്പിയും ധരിച്ച് നീളൻ ഷെർവാണിയും ധരിച്ച് 80 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിക്ക് നേരെ കയ്യോങ്ങിക്കൊണ്ട് അങ്ങനെ തന്നെ സംസാരിച്ച് അവിടെ അതേപോലെ തന്നെ തന്റെ ഹൃദയ സ്തംഭനം കൊണ്ടോ മറ്റോ വീണു പോകുന്നു. നേരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് തന്റെ എല്ലാ വസിയത്തുകളും എഴുതുന്നു. വഴിമധ്യേ മരിക്കുന്നു. വസിയത്ത് പ്രകാരം ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. 1931 ബക്കിംഗ്ഹാം പാലസിലേക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോയ മഹാന്മാരിൽപ്പെട്ട ഒരാളാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഖബർഗേഹത്തില്. ആ ഖബർഗേഹത്തിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, Here was buried Mr. മൗലാന മുഹമ്മദ് അലി ജൗഹർ, the gems of the history of India. ഇന്ത്യ ചരിത്രത്തിന്റെ രത്നം എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ഇവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് അവിടെ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യത്തിലെ യൂണിവേഴ്സിറ്റികൾ അവര് നമ്മളെ വിളിക്കുന്നത് വെറുതെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടല്ല. എന്റെ ഈ പ്രസംഗം കഴിഞ്ഞാൽ നിങ്ങൾ വരുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അൻഡമാനിലെ ഒരു കൊച്ചു പയ്യനെ. ആ പയ്യൻ നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകളുടെ ക്ലാസുകൾ കേട്ടിട്ട് 2 കോടി രൂപയാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റൈപ്പൻഡ് വാങ്ങിച്ചിട്ടുള്ളത്. സ്റ്റൈപ്പൻഡ് പഠിക്കാൻ വേണ്ടി 2 കോടി രൂപ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. എന്തുകൊണ്ട് നമുക്കത് എഴുതിക്കൂടാ? ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്നറിയോ? വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞേക്കാനല്ല, നമ്മുടെ കുട്ടികൾ ഇത് എഴുതണം. നമ്മുടെ കുട്ടികൾ ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് എഴുതണം. നമ്മുടെ കുട്ടികൾ ഇതേപോലെ യൂണിവേഴ്സിറ്റി, ഉദാഹരണത്തിന് ഷാർജയിലെ കാസ്മിയ യൂണിവേഴ്സിറ്റി, ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് പണിയാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1500 2000 ദിർഹമും ഓരോ മാസത്തിലും കുട്ടിക്ക് ഇങ്ങോട്ട് കിട്ടും പഠിക്കാൻ. എന്തുകൊണ്ട് നമ്മുടെ പെരിങ്ങത്തൂരിൽ ഈ മഹല്ലിൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെ എഴുതിക്കൂടാ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ സമ്മർദ്ദം ചെലുത്തുകയല്ല. ഭാവിയിൽ നിങ്ങൾ ഇതേപോലെ സ്റ്റേജ് കെട്ടി സംസാരിക്കുമ്പോ ഹാഫിലിങ്ങൾ, ഈ ഇരിക്കുന്ന ഹാഫിലിങ്ങൾ ഉണ്ടല്ലോ, ഇതേപോലത്തെ വെറും 4 അല്ല, ഒരുപാട് ഹാഫിലിങ്ങൾ ഉണ്ടാകണം, ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടാകണം. അതിന്റെ കൂട്ടത്തിൽ ഡോക്ടേഴ്സും എഞ്ചിനീയറും ഉണ്ടാകണം. അതിന്റെ കൂട്ടത്തിൽ ഓക്സ്ഫോർഡിൽ നിന്ന് റിസർച്ച് കഴിഞ്ഞിറങ്ങുന്ന കുട്ടി ഉണ്ടാകണം. കാംബ്രിഡ്ജിൽ നിന്ന് ഈ റിസർച്ച് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ ഉണ്ടാകണം. നമ്മൾ വിചാരിച്ചത് ഇവിടൊക്കെ പോയി പഠിക്കാൻ എന്ത് വേണം? ഭയങ്കര പൈസ വേണമെന്നാണ്. നോ, അപാരമായ തല നമുക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ശേഷിയുമുണ്ടെങ്കിൽ നയാ പൈസ ഇല്ലാതെ പോയി പഠിക്കാൻ പറ്റും ഈ പറയുന്ന ക്യാമ്പസിലൊക്കെ. അതിനെന്താ വേണ്ടേ? ആധുനിക തലമുറയിലെ ലീഡേഴ്സ്, ഇവിടെ നിൽക്കുന്ന മഹല്ലിന്റെ സാരഥികൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് ഇതിന്റെ എൻട്രൻസ് എഴുതിപ്പിക്കണം.
എന്നിട്ട് അത്തരം ക്യാമ്പസുകളിലേക്ക് പറഞ്ഞേക്കണം. ഞാൻ ആ ക്യാമ്പസിന്റെ, കാരണം അത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസാണ്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ആദ്യത്തെ 10 എണ്ണം എടുത്താൽ അതിലാണ് ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ടെക്സസും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയും യാല യൂണിവേഴ്സിറ്റിയും ഈ പറയുന്ന ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സും അതേപോലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും ഒക്കെ വരുന്നത്. അവിടെ പഠിച്ചിറങ്ങിയ ഒരു ശശി തരൂരിനെ ചൂണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ പഠിച്ചതാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അവിടെ പഠിച്ചിട്ടുള്ള രാജീവ് ഗാന്ധിയെ ചൂണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ പഠിച്ചതാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അവിടെ പഠിച്ച ഇന്ദിരാജിയെ ചൂണ്ടിക്കൊണ്ട് ഇന്ദിരാജി അവിടെ പഠിച്ചതാണെന്ന് പറഞ്ഞാൽ പോരാ. ഇന്ദിരാജി പഠിച്ചത് ഓക്സ്ഫോർഡിലാണ്. അവിടെ പഠിച്ചത് മൗലാന മുഹമ്മദ് അലി ജൗഹർ ഓക്സ്ഫോർഡിലാണെന്ന് പറഞ്ഞാൽ പോരാ. കാംബ്രിഡ്ജിനെ ചൂണ്ടിക്കൊണ്ട് മുഹമ്മദ് ഇക്ബാൽ, ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ, അല്ലാമ ഇക്ബാൽ പഠിച്ചത് ഇവിടെയാണെന്ന് പറഞ്ഞാൽ പോരാ. ആധുനിക കാലഘട്ടത്തിന്റെ ഇക്ബാൽമാരുണ്ടാകണം. ഇവിടെ പഠിച്ചത് ജവഹർലാൽ നെഹ്റു ഇവിടെ പഠിച്ചതാണെന്ന് കാംബ്രിഡ്ജിനെ ചൂണ്ടിയാ പോരാ. ഡോക്ടർ അംബേദ്കർ, നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തയ്യാറാക്കിയ അംബേദ്കർ ഈ ക്യാമ്പസിലാണ് പഠിച്ചത് എന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിനെ ചൂണ്ടിട്ട് നമ്മൾ പറഞ്ഞാൽ പോരാ. നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കുന്ന അവസ്ഥയുണ്ടാകണം. കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഈ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾ അപ്പൊ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് ഇപ്പൊ തോന്നും ഇതൊക്കെ നടക്കാൻ പോണ കാര്യമാണ്. അവിടെ ജിന്നുകളും മലക്കോളല്ല പഠിക്കുന്നത് മനുഷ്യക്കുട്ടികൾ തന്നെയാണ്. അവിടെ പെരിങ്ങത്തൂരിൽ നിന്നും ഉണ്ടാകട്ടെ അങ്ങനെയുള്ള കുട്ടികൾ. അതിനു വേണ്ടിയിട്ട് അതിന്റെ എക്സാംസ് എഴുതിപ്പിക്കണം. അങ്ങനെ എഴുതിപ്പിച്ചിട്ട് അവർ നടക്കണം. പോട്ടെ, മഹല്ല് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കരിയറിന്റെ ഒരു രൂപമുണ്ടാക്കി. ഞങ്ങളിപ്പോ പെരിന്തൽമണ്ണയിൽ ഒരു മഹല്ലിൽ പോയപ്പോ എത്ര രസകരമായിട്ടാണ്. അവിടെ എല്ലാ വർഷത്തിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ എഴുതിപ്പിക്കും. മഹല്ലിൽ നടപ്പിലാക്കേണ്ട കാര്യം ഇനി അതൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവർ പഠിക്കട്ടെ. അവര് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലും ജാമിയ മില്ലിയയിലും അതേപോലെ തന്നെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ അവർ പോട്ടെ. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ അതിന്റെ ടെസ്റ്റുകൾ എഴുതണം. അവരെ പറഞ്ഞേക്കണം. ഷാഹിദ് വിളിച്ചിട്ട് ഞാൻ പല പരിപാടിക്കും ഷാഹിദിന്റെ നാട്ടിൽ വരാറുണ്ട്. എന്റെ പ്രിയങ്കരനായ സുഹൃത്താണ്. അദ്ദേഹം എങ്ങനെയാ സിവിൽ സർവീസുകാരനായത്? അദ്ദേഹം ഏകദേശം 6-7 തവണ എഴുതിയിട്ടാണ് ആ പീക്ക് ലെവലിലേക്ക് എത്തിയത്. അതിന്റെ മുമ്പിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും എഴുതിയതാണ്. അപ്പൊ ഷാഹിദിനെ പോലെ നമ്മൾ എത്തണമെങ്കിൽ അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എത്തണം. ജാർഖണ്ഡിലെ കളക്ടറായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് നമ്മൾ പറയും, IAS-നെ കുറിച്ച്. അദ്ദേഹം ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് അവിടെ ഇരിക്കുന്നു. എങ്ങനെയായി? ഈ വഴിയിലൂടെ പോയതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ടെസ്റ്റുകൾ എഴുതി അതിമനോഹരമായി അവരെ ചാനലൈസ് ചെയ്യണം. അങ്ങനെ ചാനലൈസ് ചെയ്യുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ മൂർധന്യതയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുക. അത് ചെയ്തേ പറ്റൂ. ആധുനിക കാലഘട്ടം അത് വിളംബരം കൊള്ളുന്നു. കാരണം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിൽ ഒരു പഠനം എന്തെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കുട്ടികൾക്ക് പൈസ ഉണ്ടാക്കണമെന്ന് മാത്രമാണ്. എങ്ങനെയെങ്കിലും ഒരു ഷോപ്പിടുക. ഗൾഫിൽ അങ്ങോട്ട് പോയാൽ, ഖത്തറിലെ UAE-യിലൊക്കെ പോയാൽ ചായക്കടയാണോ നാദാപുരത്ത്, ഗ്രോസറിയാണോ വടകരക്കാർ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്റെ സഹോദരന്മാരെ. നമ്മളൊരു ഷോപ്പ് തുടങ്ങിയിട്ട് ആ ഷോപ്പിൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ നമ്മൾ തന്നെ അധ്വാനിക്കുന്നതിന്റെ പേര് ബിസിനസ് എന്നല്ല. ഇറ്റ് ഈസ് നോട്ട് ബിസിനസ്. അതിന് പറയുന്ന പേര് സെൽഫ് എംപ്ലോയ്മെന്റ് എന്നാണ്. ഒഴിവില്ലാത്ത ഒരു കടയായി മാറും. ഒരു കല്യാണത്തിന് വിളിച്ചാൽ പറയും, സോറി ട്ടോ എനിക്ക് ഷോപ്പ് ഉണ്ട് എന്ന് പറയും. കാരണം എന്തുകൊണ്ടാ? അവൻ ആ ഷോപ്പിൽ നിൽക്കണം, കല്യാണത്തിന് പോകാൻ പറ്റൂല. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് വരുമാനം വരുന്നതിന്റെ പേരാണ് ബിസിനസ്. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് ഉയർത്തണമെങ്കിൽ പോലും നമുക്ക് വലിയ വിദ്യാഭ്യാസം വേണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പോലും വേണം. ഇപ്പൊ കുട്ടികളൊക്കെ, ചെറിയ മക്കള്, ഡിഗ്രി PG കഴിഞ്ഞ മക്കളൊക്കെ എത്ര മനോഹരമായ കമ്പനികളാണ് തുടങ്ങുന്നത്. എത്ര രസകരമായ കാര്യങ്ങൾ. അത്ര എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. അവൻ നന്നായി പഠിച്ച് അടിപൊളിയായി അവനൊരു രാജ്യത്ത് പോയി അവിടെ ഇരുന്നു കൊണ്ട് അവൻ ബിസിനസ് ചെയ്യാം. ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധിക്കണം മക്കള്. വിദ്യാഭ്യാസം ഉണ്ടായാലും ഇല്ലാതെ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. ഞാൻ ഏതൊരു സ്പീച്ചിൽ പറയുന്നുണ്ട്. ഒരു പയ്യൻ എറണാകുളത്തുകാരനാണ്. അവന്റെ വാപ്പയുടെ ജോലി ഫിഷ് മർച്ചന്റ് ആണ്. എന്ന് പറഞ്ഞാൽ മീൻ കച്ചവടമാണ്. ആ മീൻ കച്ചവടത്തിന്റെ ഇടയിലാണ് മോനെ പുറത്തേക്ക് പഠിക്കാൻ വിട്ടത്. ഞാൻ പറഞ്ഞിട്ടാ വിട്ടതും. അങ്ങനെ അവൻ തിരിച്ചു വന്നിട്ട് ഈ വാപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ തിരിച്ചു വന്നു സാർ, അവൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ മോനെ വിളിച്ചു. അവൻ വന്നു, കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് എന്റെ നാട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത്? വാപ്പ വലിയ പ്രതീക്ഷയിൽ വിട്ടതല്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു, വാപ്പാനോട് ഒരു 6 മാസം ഒന്നും മിണ്ടാതിരിക്കണം. അവൻ പറഞ്ഞ വാക്കാതെ ചിരിച്ചുകൊണ്ട്, ദേഷ്യത്തിലല്ല, എന്റെ വാപ്പനോട് ഒരു 6 മാസം മിണ്ടാതിരിക്കാം.
അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ സ്ട്രാറ്റജി എന്താണ്? ഇന്ന കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞ് അവൻ UK പോയി, കുറച്ച് കഴിഞ്ഞ് അവൻ US പോയി, കുറച്ച് കഴിഞ്ഞ് അവൻ കാനഡയിൽ പോയി. പല രാജ്യങ്ങളും കറങ്ങി വന്നു, ലൈസൻസ് എടുത്തു, ഇന്റർനാഷണൽ ലൈസൻസ് എടുത്ത് കൊച്ചിയിലെ ഒരു ടോപ്പ് ഓഫീസ് ഇട്ടുകൊണ്ട് മീനവൻ കാണാതെ ഇതേ മീൻ കച്ചവടം കമ്പ്യൂട്ടറിലൂടെ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഷിപ്പുകളിൽ മീൻ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പ എറണാകുളത്ത് നിന്ന് തിരൂരിക്കായിരുന്നു മീൻ കയറ്റിയിരുന്നത്, വാപ്പ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു മീൻ കയറ്റിയിരുന്നത്. ഇവൻ സുന്ദരമായ AC റൂമിൽ ഇരുന്നിട്ട് മീന് പോലും കാണാതെ അവൻ UK-യിലേക്കും US-ലേക്കുമാണ്. ഇതാണ് വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞത് എല്ലാ കച്ചവടക്കാരും ഇങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രമാണ് എന്നല്ല. ഇതേപോലെ എന്റെ ഈ സുഹൃത്ത്, ഞാൻ പറയുന്ന ആള്, അവൻ എന്താ ചെയ്യണമെന്നറിയോ? ഒരു രാജ്യത്ത് കിട്ടാത്ത ഒരു സാധനം, ആ സാധനം ഇന്ന രാജ്യത്ത് കുറവാണ്. അവിടെ ഡിമാൻഡ് ഉണ്ട്, ഇവിടെ സപ്ലൈ ഉണ്ട്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നാണ് അതിന് പറയാ. അപ്പൊ അതിന്റെ ഇടയിലുള്ളത് ലോജിസ്റ്റിക്സ് ആണ്. അപ്പൊ ആ രാജ്യങ്ങൾ തമ്മിലുള്ള പാക്ട്, അതിന്റെ പഠനങ്ങൾ, ലോജിസ്റ്റിക്സ് എങ്ങനെ നടപ്പിലാക്കാം, എന്നിട്ട് ആ രാജ്യത്തേക്ക് ഈ സാധനം എങ്ങനെ എത്തിക്കാം. ഓഫീസിൽ ഇരുന്നിട്ട് അതിന്റെ പേരാണ് ഇന്റർനാഷണൽ ട്രേഡിംഗ്. അത് ചെയ്യണമെങ്കിൽ ഒരു അപാരമായ വിദ്യാഭ്യാസം വേണം. കാരണം എക്കണോമിക്സിന്റെ കംപ്ലീറ്റ് വേവ് ലെങ്ത്തുകളും അവിടുത്തെ ഡിമാൻഡും സപ്ലൈയും മനസ്സിലാക്കിക്കൊണ്ട് ലോജിസ്റ്റിക്സിലേക്ക് പോയി എല്ലാ പേപ്പേഴ്സും റെഡിയാക്കി വിദേശ രാജ്യങ്ങൾ എംബസികളിൽ പോയിട്ട് അവിടുത്തെ മീറ്റിംഗ് ഒക്കെ നടത്തണമെങ്കിൽ വരെ വിദ്യാഭ്യാസം വേണം. അല്ലെങ്കിൽ നമ്മൾ കേവലം ഹോട്ടലിൽ ഒതുങ്ങും, കേവലം ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ ഒതുങ്ങും. ഇന്റർനാഷണൽ ലെവലിലുള്ള വിദ്യാഭ്യാസത്തിലേക്കും അതിൻ്റെതായ കച്ചവടത്തിലേക്കും കയറാൻ നമുക്ക് കഴിയാതെ പോകും. അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, എല്ലാ കാലത്തും വിദ്യാഭ്യാസം നമ്മൾ നേടിയേ പറ്റൂ. അതിനെന്താ വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങൾ അതിനൊരു പ്രൊമോഷൻ കൊടുക്കണം. ആ പ്രൊമോഷൻ നിങ്ങൾ കുറെ ക്ലാസ് എടുക്കണം എന്നല്ല. ഞാൻ പണ്ട് ക്ലാസ്സിനൊക്കെ പോയി ഡിഗ്രിക്കും PGക്കൊക്കെ പോകുമ്പോ എന്റെ ഉമ്മ ആകെ ചോദിച്ചിരുന്നൊരു ചോദ്യമായിരുന്നു. ഉമ്മക്ക് കുറച്ച് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ചോദിക്കും എന്നോട്, ഒറ്റ ചോദ്യം ചോദിക്കുക ഇടക്കൊക്കെ, എടാ എന്നടാ നിനക്കൊരു ജോലിയാവുക? അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. പഠിത്തം പൂർത്തിയാക്കുന്നതിന് മുമ്പേ ചോദിക്കുന്ന ഒരു നൈരാശ്യത്തിന്റെ ചോദ്യമോ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിന്റെ ചോദ്യമോ, എന്നടാ നിനക്കൊരു ജോലിയാവും? ആ ചോദ്യം മതി നമുക്കൊരു തലോടലായി, നമ്മുടെ കൂടെയായി, നമ്മുടെ പ്രാർത്ഥനയായി. നിങ്ങൾ അതേപോലെ നമ്മുടെ മക്കളെ പ്രതീക്ഷാപൂർവം കാണണം. അവർ വെറും കുറ്റപ്പെടുത്തല്ലേ. ഈ പ്രായത്തിലുള്ള കുട്ടികളെ കുറ്റപ്പെടുത്തി അകറ്റല്ലേ. പകരം ഇവിടുത്തെ ഓരോ ഉമ്മമാരും കൃത്യമായി, ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, എന്റെ മകൻ UK-യിലെ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി PGയും ഡിഗ്രിയും ചെയ്യണമെന്ന് അവന് 3 വയസ്സുള്ളപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ്. അതങ്ങനെ നടക്കൂല എന്നൊന്നും എനിക്കറിയില്ല. കാരണം അവന് 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അങ്ങനത്തെ ഒരു കോളേജ് തുടങ്ങുന്നത്. അങ്ങനെ പഠിച്ചിട്ടാണ് അതിന്റെ ബാക്കി പഠനത്തിന് വേണ്ടിയിട്ട് അവൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മക്കളെ വെച്ചിട്ട് തന്നെ നമ്മൾ സ്വപ്നം കണ്ടതുപോലെ, ഞാൻ സ്വപ്നം കണ്ടതും എത്തിച്ചതും പറയല്ല, ഞാൻ അങ്ങനെ വലിയൊരാളുമല്ല. പക്ഷേ ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ മകളും പഠിക്കുന്നത് ബിസിനസിന്റെ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ എല്ലാരും ബിസിനസ്സിന് പിടിപ്പിക്കുന്നത്? അതിലൊരു രഹസ്യമുണ്ട്. അതെന്താണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഞങ്ങൾ കോഴിക്കോട് പോലെ തന്നെ, കെട്ടിച്ചയച്ചാ പിന്നെ അങ്ങോട്ട് പോവാണ് മക്കൾ. കെട്ടിച്ചയച്ചാണ്ട് പോവാണ്. നല്ലത്, അവർ നല്ല ജീവിതം ജീവിക്കട്ടെ. പക്ഷേ പെമ്മക്കൾക്ക് പിന്നെ യാതൊരു കാര്യത്തിലും ഇടപാടില്ല. അങ്ങനെയല്ല പിന്നെ വാപ്പാര് ചെയ്യുക, പിന്നെ ഓലായി അവരുടെ ജീവിതമായി. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് ആകെ ഒരു പെൺകുട്ടിയേ ഉള്ളൂ, ബാക്കിയൊക്കെ ആൺകുട്ടികളാണ്. അപ്പൊ ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചാലും എന്റെ ബിസിനസ്സിൽ ഒരു ചെറിയ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് പലയിടത്തും ബിസിനസ് ഉണ്ട്, അപ്പൊ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് കൊടുക്കുക. അവള് പർദ്ദട്ട് കൊണ്ടാണ് കോളേജിൽ പോലെ, കോളേജിൽ നിന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ കോളേജാണ്. അതേപോലെ തന്നെ മീറ്റിങ്ങിന് വരിക, പന്റെ കൂടെ ഇരിക്കുക. അപ്പൊ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് ഒക്കെ. ഞാൻ ഇപ്പോൾ ബിസിനസ്സുകാരോട് പറയാറുണ്ട്, പെൺകുട്ടികൾക്ക് പറ്റുമെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് കൊടുക്കണമെന്ന് ബിസിനസ്സുകാരോട്. ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ട. ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ ചെലവാക്കും, പെൺകുട്ടികൾക്ക് കെട്ടിക്കൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവര് പോയി, പിന്നെ എന്തെങ്കിലും കിട്ടുന്ന ഒരു സ്വത്തേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഉമ്മമാർക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കണം. ഞാൻ എൻ്റെ ആശയം പറഞ്ഞു പോവാണ്. സ്വന്തം ഉമ്മക്ക് പാർട്ട്ണർഷിപ്പ്. അവര് കണക്കുവെക്കാനൊന്നും വരൂല, അവരാ കടയിക്കേ വരൂല. പക്ഷേ നമ്മുടെ സ്വന്തം ഉമ്മ, വീട്ടിലിരിക്കുന്ന ഉമ്മ, ഏതെങ്കിലുമൊക്കെ പള്ളിക്കാരും മദ്രസക്കാരും പിരിവിന് വരുമ്പോ എന്റെ മോൻ വരട്ടെ എന്നിട്ട് പറയാമെന്ന് പറയുന്നതിന് പകരം ഉമ്മ തന്നെ എടുത്തു കൊടുക്കണം ആ പൈസ, അല്ലെങ്കിൽ ഉമ്മ തന്നെ കൊടുക്കണം. ഒരു ഏതെങ്കിലും ഒരു സഹോദരി എന്റെ മോളെ കെട്ടിക്കാണ്ട് കുറച്ച് പ്രയാസത്തിലാണ് ഇത്താത്ത, നിങ്ങൾ എന്തെങ്കിലും തരുമോ എന്ന് ഏതോ ഒരു നാട്ടിലെ പാവം പെണ്ണ് വരുമ്പോ എന്റെ മോൻ വരട്ടെ എന്ന് പറയാതെ ഇതാ ഇത് പിടിച്ചോളിട്ടോ എന്ന് വളരെ ആശ്വാസത്തോടെ എന്നാൽ അധികാരത്തോടെ
എടുത്തു കൊടുക്കാൻ ഒരു കരമുണ്ടാകണം നമ്മുടെ ഉമ്മാക്ക്. അതിനെന്ത് വേണമെന്നറിയോ? മാസത്തിൽ ഒരു സംഖ്യ ഇതിനു വേണ്ടി നമ്മുടെ ഉമ്മയുടെ കയ്യിലേക്ക് എത്തണം. അത് ഔദാര്യത്തോട് കൂടിയിട്ടല്ല, അവകാശത്തോട് കൂടിയിട്ട് എത്തണം. പാവം ഉമ്മക്ക് ഉമ്മയുടെ ഏട്ടത്തിക്ക് കൊടുക്കാനുണ്ടാവും, അനിയത്തിക്ക് കൊടുക്കാനുണ്ടാവും, അവിടെ മക്കൾക്ക് കൊടുക്കാനുണ്ടാവും, ഒരുപാട് ആളുകളെ സഹായിക്കാനുണ്ടാകും. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മൾ എങ്ങാനും നമ്മുടെ ബിസിനസ്സിൽ സ്വന്തം മാതാവിന് ഒരു ചെറിയ ഷെയർ കൊടുത്താൽ നിങ്ങൾ നോക്കിക്കോ, ഫുത്തിഹത്ത് അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. അങ്ങനെ ചാൻസ് കൊടുക്കാനെന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, കാരണം ഉമ്മക്ക് കിട്ടുന്ന ഒരു ബർക്കത്ത് കൊണ്ട് നമ്മുടെ കച്ചവടം അടിക്കടിയായി ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയാ, നമ്മളൊരു വീട് വെക്കുമ്പോ ആ വീട് നിങ്ങൾ തങ്ങളെ വിളിച്ചോളൂ, ഉസ്താദുമാരെ വിളിച്ചോളൂ, ഉദ്ഘാടനത്തിന് വേണ്ടി ഔപചാരികമായ ഉദ്ഘാടനത്തിന് അവരെ വിളിച്ചോളൂ. പക്ഷെ രാവിലെ തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് മുമ്പേ ഒരു 3:30 മണിക്കോ 4 മണിക്കോ ആരുമില്ലാത്ത സമയത്ത് ആ വീടിന്റെ കവാടം ആദ്യമായിട്ട് ചാവി തുറക്കേണ്ടത് നമ്മുടെ ഉപ്പയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയായിരിക്കണം. അല്ലാതെ ലോകത്തിൽ ആര് വന്ന് ഉദ്ഘാടനം ചെയ്താലും അതിന് പകരമാകില്ല. കാരണം ആര് ഉദ്ഘാടനം ചെയ്യുമ്പോഴും സന്തോഷം ഉണ്ടാവും, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ ഉമ്മയുടെ കണ്ണൊന്ന് നിറയും. ആ നിറയിൽ അന്നത്തെ ദിവസത്തേക്കുള്ള നിറച്ചിലല്ല, അത് എത്രയോ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയാണ്. മുസല്ലയിൽ ഇരുന്നു കൊണ്ട് എന്റെ മകനൊരു വീട് കൊടുക്കണേ നാഥ എന്ന് എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിച്ച ഉമ്മയുടെ കണ്ണുനീരൊലിക്കുന്നതിനേക്ക് കാണാം. അതിന്റെ പേര് കൂടിയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും ഉയർന്നു വരലാണ്. നമ്മുടെ മാതാവിനെ പിടിച്ചുയർത്തലാണ്, നമ്മുടെ പെങ്ങന്മാരെ പിടിച്ചുയർത്തലാണ്, മൂല്യത്തോടു കൂടി അവർ ഉയർന്നു പോകലാണ്. ആ ഒരു ജീവിതത്തിന്റെ സെറ്റപ്പ് നമ്മൾ കണ്ടേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം, ഞാൻ എന്റെ എല്ലാ മക്കളോടും പറയാറുണ്ട്, PG കഴിയാതെ വിദ്യാഭ്യാസം നിർത്താനേ പാടില്ല. PG കഴിയാതെ ഒരു മനുഷ്യനും ഇവിടെ വിദ്യാഭ്യാസം നിർത്താൻ പാടില്ല. നിഷ്കർഷമായിട്ട് പറഞ്ഞത്, PG എന്ന് പറഞ്ഞ ഡിഗ്രിയും കഴിഞ്ഞിട്ട് PG, അത് കഴിയാതെ ഒരാൾ ഇവിടെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന പരിപാടിയില്ല. അത് നിങ്ങൾ എഴഞ്ഞഴിഞ്ഞിട്ടാണെങ്കിലും അത് പൂർത്തിയാക്കിയേ പറ്റൂ. അതിൽ ദീനിയായ വിദ്യാഭ്യാസം ഉണ്ടാവും, രണ്ടും കൂടി മിക്സഡ് ആയിട്ട് കൊടുക്കും. അപ്പൊ നമ്മുടെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുട്ടികളെ എവിടെ എത്തിക്കണം. അതിനെന്താ വേണ്ടത്? 10 കൊല്ലത്തേക്കെങ്കിലും നമ്മൾ ടാർഗറ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ കുട്ടി അഞ്ചാം ക്ലാസ്സിലാണോ? അവന് 10 വയസ്സായി. അപ്പൊ അവന് 25 വയസ്സാകുമ്പോൾ എവിടെ എത്തണമെന്ന് കൃത്യമായി അജണ്ട ഇടണം. അത് നമ്മൾ ചെറിയ അജണ്ട ഒന്നും പോരാ, വലിയ സ്വപ്നം. Aim the sky, you can reach on the top of the tree. If you aim the tree, you can lay on the earth. ആകാശ ലക്ഷ്യമാക്കിയാലേ മരത്തിന്റെ മുകളിലെങ്കിലും നമ്മൾ എത്തൂ. മരത്തിന്റെ മുകൾ ലക്ഷ്യമാക്കിയാൽ താഴെ തന്നെ കിടക്കേണ്ടി വരും. ദയവ് ചെയ്ത് ഇനിയുള്ള കാലത്ത് മക്കളെ പഠിപ്പിക്കാതിരിക്കരുത്. വിദ്യാഭ്യാസത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം നമ്മൾ. അതിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും. പെൺകുട്ടികളാകട്ടെ അതിന്റെ അച്ചടക്കത്തോടെ, മൂല്യങ്ങൾ കൈവിടാതെ. വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാണ്, ആൺകുട്ടികളും അങ്ങനെ തന്നെ. വഴിയോരത്ത് ചിലപ്പോ നമ്മളെ കാത്തിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ കാബാലികരുണ്ടാകും. അതിലൊന്നും പെടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. നമ്മൾ പാലാകരുത്. പാല് ഏത് കുളത്തിലിട്ടാലും അത് ഒഴുകിപ്പോകും. പാല് ഏത് പുഴയിലായാലും അതിന് അഡ്രസ് ഇല്ലാതെ പോകും. പാൽ ഒരു ഗ്ലാസോ അല്ലെങ്കിൽ 10 ഗ്ലാസോ കൊണ്ടുപോയിട്ട് ഒരു കടലിലിട്ടാൽ അഡ്രസ് ഇല്ലാതെ പോകും. പക്ഷേ അതേ 10 ഗ്ലാസ് പാലിൽ നിന്നും കടഞ്ഞെടുത്ത് അവസാനം ഒരു വെണ്ണ കിട്ടാനുണ്ട്. ആ വെണ്ണയുടെ പേരാണ് പേഴ്സണാലിറ്റി, അതിന്റെ പേരാണ് ഡിഗ്നിറ്റി, അതിന്റെ പേരാണ് ഈ പറയുന്ന എന്ത് നമ്മുടേതായ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഐഡന്റിറ്റിയിലേക്ക്, ആ ഒരു ഡിഗ്നിറ്റിയിലേക്ക്, ആ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ ഉയരണം. ആ വെണ്ണയെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ടുപോയിട്ട് തിരമാലകളോടൊപ്പം അത് ഉയർന്നു താഴും. കടലിൽ പോലും ചേരാത്ത ഒന്നിന്റെ പേരാണ് വെണ്ണ എന്ന്. ദാറ്റ് ഈസ് പേഴ്സണാലിറ്റി. ലോകം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായാലും, ലോകത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായാലും അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്തവനെ പോലെ ഒരു ദീനിയായ കുട്ടി ഉറച്ചു നിൽക്കും. ആ ഉറപ്പിലേക്കാണ് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അവർ എത്ര ഉയർന്നു പോയിക്കോട്ടെ, ഏത് ക്യാമ്പസിന്റെ വരാന്തയിലൂടെ പോയിക്കോട്ടെ. ഞാനൊരു സൈക്കോളജിയുടെ ഒരു ചെറിയ പാട്ട് പറയാം, വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നു. 3 വയസ്സ് മുതൽ ഏകദേശം 6 വയസ്സ് വരെ പറയുന്ന ഒരു പേരുണ്ട്. അതിന്റെ പേര് ഏർലി ചൈൽഡ്ഹുഡ് എന്നാണ് സൈക്കോളജി. ആ സമയത്ത് അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഏർലി ഗ്യാങ് പീരീഡ് എന്നാണ്. അഥവാ ഒരു ഗ്യാങ്ങിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സമയം എന്നാണ്. അത് അപ് ടു 10 years, ഒരു 10 വർഷം വരെ തുടരും. മാക്സിമം ഒരു 12 വയസ്സ് വരെ പോകും. ഉമ്മയുടെ ലാളനയിലും ഉമ്മയുടേതായ ആ ഒരു സ്നേഹത്തിലും വാപ്പയുടേതായ കരുതലിലും ഒരു കുട്ടി മാക്സിമം ഉണ്ടാവുക 10-12 വയസ്സ് വരെയാണ്.
അത് കഴിഞ്ഞാൽ ഏർലി ഗ്യാങ് സ്റ്റേജ് വരും, അഥവാ ഒരു ഗ്യാങ്ങിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള ഒരു സമയം വരും. എന്നാണ് അതിന്റെ പേര്. ഗ്യാങ്ങിനെ കണ്ടുമുട്ടിയാൽ അവന്റെ സുഹൃത്തുക്കളിലേക്ക് മാതാപിതാക്കളെക്കാളും കൂടുതലായി അവൻ ജമ്പ് ചെയ്താൽ ആ കുട്ടികളുടെ പ്രകൃതത്തിനനുസരിച്ച് ഈ കുട്ടി മാറും. അതുകൊണ്ടാണ് പല കുട്ടികളെയും നമ്മൾ കണ്ടിട്ടില്ലേ, 12 വയസ്സ് വരെ നല്ല ഉഷാറായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ കോലം മാറും. ചിലപ്പോൾ 16 17 മൊത്തത്തിൽ പിടുത്തം വിടും. എന്തുകൊണ്ട്? ഗ്യാങ്, ഫാന്റസി വേൾഡ്, ഒരു സ്വപ്നതുല്യമായ ലോകത്തിലേക്ക് അവൻ കടക്കും. അപ്പൊ ഉമ്മര് ചെറുതായിട്ട് തോന്നും, ബാപ്പയെ സ്നേഹമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. പിന്നെ ഫുള്ള് ഫ്രണ്ട്സാണ്, ചങ്ക് ബ്രോസ് എന്നാണ് അവർ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കുട്ടികളെ കൊച്ചുകുട്ടിക്കാലം മുതലേ നല്ല സ്ഫുടം ചെയ്തെടുത്ത് ഫ്രീ ആക്കിക്കോ. നിങ്ങൾ കുട്ടികളെ അടിക്കരുത്, കുട്ടികളെ ചീത്ത പറയരുത്. അടിക്കാനും ചീത്ത പറയാനുമുള്ളതല്ല മക്കൾ. പകരം അവരെ സ്നേഹപൂർവ്വം മൂല്യത്തിലൂടെ വളർത്തണം. ഒരിക്കലും ചേഞ്ച് ആക്കേണ്ട മക്കളെ, ട്രാൻസ്ഫോം ആക്കണം മക്കളെ. ഞാൻ പറഞ്ഞതൊക്കെ ഓരോ വേർഡ്സ് ആണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഇവിടെ ഇരിക്കുന്നതിനെ അങ്ങോട്ട് മാറ്റി വെക്കുന്നതിന്റെ പേര് ചേഞ്ച് എന്നാണ്. പക്ഷെ ഈ മൊബൈൽ അതിൻ്റെതായ ക്വാളിറ്റി കൂടി വരൽ ട്രാൻസ്ഫോർമേഷനാണ്. എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകൽ ചേഞ്ചാണ്, അല്ലെങ്കിൽ അവന്റെ മാറ്റം ചേഞ്ചാണ്. പക്ഷെ അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അതിലൊന്നും വീഴാതെ നിൽക്കൽ അത് ട്രാൻസ്ഫോർമേഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ക്യാമ്പസിലേക്ക് പോയാൽ ആ ക്യാമ്പസിലെ മൊത്തം കുട്ടികളും നമ്മുടെ കുട്ടിയുടെ പ്രകൃതത്തിലേക്ക് വരണം. ആ അവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തി വലുതാക്കണം. അമ്മമാർക്ക് കുറെ പണികളുണ്ട്. നമ്മൾ ആകെ ചെയ്യണ പരിപാടി എന്താ? രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കും, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ടിഫിൻ ഉണ്ടാക്കി കൊടുക്കും, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ച് അവർക്ക് തയ്യാറാക്കി കൊടുക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കും, വൈകുന്നേരം ഒരു സ്നാക്സും ചായയും കൊടുക്കും, രാത്രി ഫുഡ് കൊടുക്കും. ഇതാണ് രക്ഷാകർതൃത്വം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റ്. ഇത് വലിയ അബദ്ധമാണ്. ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ആ കുട്ടിയുടെ ചാനലൈസേഷനാണ്. ഫുഡിന്റെ ചാനലൈസേഷൻ അല്ല, ഐഡിയോളജിക്കൽ ചാനലൈസേഷൻ. നമ്മളെല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? എന്ത് രസമായിരിക്കും അറിയോ? അത് നമുക്ക് ആദ്യം കഥ അറിയണ്ടേ? നമുക്ക് കഥ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിൽ വേണ്ടേ? നമ്മളിങ്ങനെ 1 കോടിയുടെ 5 കോടിയുടെ ഒക്കെ വീട് വെക്കുക എന്നല്ലാതെ അവിടെ 5 ലക്ഷം രൂപയുടെ ലൈബ്രറി ഉണ്ടോ? വീട്ടിൽ ലൈബ്രറി ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പൊ നമ്മൾ വിചാരിക്കും അത് എന്തിനാണ്? വായിക്കാൻ. കൊച്ചുകുട്ടിക്കാലത്ത് കുട്ടികൾ കാണേണ്ടത് അടുക്കളയും ഡൈനിങ് ഹാളും കടന്നുറങ്ങാൻ റൂമും മാത്രമല്ല. പകരം കുട്ടി കാണേണ്ടത് ലൈബ്രറിയാണ്, അവിടെ ഇരിക്കുന്ന ഗ്രന്ഥങ്ങളെയാണ്. ആ ഗ്രന്ഥങ്ങളിടക്ക് വായിച്ചു നോക്കി കണ്ണുകൾ ഇങ്ങനെ ഉറ്റുന്ന ഒരു പിതാവിനെയാണ്. എന്തായിരിക്കും വാപ്പ വായിച്ചു നോക്കിയിട്ടുണ്ടാവുക എന്ന ചിന്താഗതിയാണ്. കുട്ടികൾക്ക് ലൈബ്രറി, കുട്ടികൾക്ക് പുസ്തകങ്ങൾ. അപ്പൊ നിങ്ങൾ പറയും അപ്പൊ മൊബൈലില്ല അല്ലതെന്ന്. മൊബൈലുള്ളത് പുസ്തകത്തെ പോലെ വാല്യൂ ഉള്ളതല്ല. മാർക്ക് സുക്കർബർഗ് ആണ് ആപ്പിൾ ഫോണിന്റെ സിഇഒ, അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ. മാർക്ക് സുക്കർബർഗ്, സോറി സ്റ്റീവ് ജോബ്സ്, മാറിപ്പോയതാ. സ്റ്റീവ് ജോബ്സ് ആണ് ആപ്പിൾ ഫോണിന്റെ പ്രധാനപ്പെട്ട ആള്. സ്റ്റീവ് ജോബ്സ് മരിച്ചുപോയി. ഈ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ലോകത്തിലെ അപാര തല, അദ്ദേഹത്തിന് ഇതിലൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം എഴുതിയത് പുസ്തകമാണ്. ഞാൻ തെളിവോട് കൂടിയിട്ട് ഈ പറഞ്ഞതൊക്കെ, വേറെ എന്തെങ്കിലും പറയല്ല. സ്റ്റീവ് ജോബ്സ് എഴുതിയത് പുസ്തകമാണ്. മൂപ്പർക്ക് വേണമെങ്കിൽ ഇതിൽ എഴുതിയാൽ മതിയായിരുന്നു. കാരണം പുസ്തകം നമുക്ക് ഭാവങ്ങൾ തരും. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഒരു പുസ്തകം വായിക്കാന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് നമ്മൾ വായിക്കുന്നത് മഞ്ഞ് എന്ന് പറയുന്നതാണ്. മഞ്ഞ് എന്ന് പറയുന്നത് വായിക്കുമ്പോൾ പ്രതോകം ഇങ്ങനെ കണ്ട് മലമുകളിലേക്ക് സിംഗ് കയറുന്നത് കണ്ട് വിമലയോട്, വിമലയെ നീ മരണത്തിന്റെ മുഖം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ, വിമലയെ നീ മരണത്തിന്റെ മുഖം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് പേരക്കുട്ടിയെ പോലെ കാണുന്ന, മകളെ പോലെ കാണുന്ന വിമലയോട് ചിരിച്ചുകൊണ്ട് ആ കുന്ന് ഇറങ്ങിപ്പോകുന്ന സിംഗിനെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന വിമലയെ നമ്മൾ ആ പേജ് വായിക്കുമ്പോൾ ഇങ്ങനെ കാണും. കാരണം അയാൾ മരണത്തിലേക്ക് പോവുകയാണ്. അത് നമുക്ക് ചിലപ്പോൾ മറ്റുള്ളത് വായിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് പുസ്തകത്തിന്റെ വായനയിലേക്ക്. ഇനി അതല്ല, ഈ ലൈബ്രറി ആണെങ്കിൽ അങ്ങനെയില്ല ലോകത്തേക്ക്. സാധാരണ സ്കൂളായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുക. ഞാൻ പറയാ അങ്ങനത്തെ സ്കൂൾ നിങ്ങൾ എടുത്തോ, പക്ഷെ കുട്ടികൾ അവതരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. ഇത് PGയും ഡിഗ്രിയും കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും കുട്ടികളുടെ മുമ്പിൽ വർത്തമാനം പറയാത്ത കുട്ടികളെയാണ് സ്കൂളുകളൊക്കെ പടച്ചുവിടുന്നത്. ദാറുൽ ഹുദയിലെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹുദവിമാരെന്തുകൊണ്ട് പ്രഭാഷകരായി? വാഫിമാരെന്തുകൊണ്ട് പ്രഭാഷകരായി? അവർക്ക് എല്ലാ മാസത്തിലും ഇതിന്റെ ട്രെയിനിങ്ങുകൾ ഉണ്ടായതുകൊണ്ടാണ്. വായിച്ച് പഠിച്ചിട്ട് അത് പ്രസംഗിക്കണം. അവർക്ക് സാഹചര്യമാണ് മനുഷ്യനെ ഉണ്ടാക്കിയെടുത്തത്.
ബനാത്തുവാല സാഹിബ് പൊന്നാനി മണ്ഡലത്തില് അവിടുന്ന് ജയിച്ച് ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബ് MP ആയി വളരെ പ്രശസ്തനായി നിൽക്കുമ്പോ ദാറുൽ ഹുദയിലേക്ക് വരികയാണ്. ദാറുൽ ഹുദയിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് ടേമുകൾ, ഇംഗ്ലീഷ് എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ ടെർമിനോളജി മനസ്സിലാക്കൽ കുറച്ച് പ്രയാസമാണ്. സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ ടെർമിനോളജി പ്രയോഗിക്കാൻ അഥവാ അതിലെ വാക്കുകൾ കേൾക്കാൻ ഭയങ്കര കുറച്ച് പ്രയാസാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വളരെ കടുകട്ടിയായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് മുമ്പേ അന്നത്തെ ദാറുൽ ഹുദയിലെ ഫൗണ്ടർമാൽപ്പെട്ട ഒരാള്, മക്കളെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഒരു തർജുമക്കാരൻ എന്ന് ചോദിക്കാം. കാരണം സ്റ്റേജിൽ ആരുമില്ല അതൊന്ന് തർജുമ ചെയ്യാൻ. ആ സമയത്ത് ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? ബാക്ക് സീറ്റിൽ നിന്ന് ഒരു 13-കാരൻ വരികയാണ് കോൺഫിഡൻസോടെ. ആ 13-കാരൻ വന്നു അന്നത്തെ ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബിന്റെ 1.5 മണിക്കൂർ നീണ്ട പ്രസംഗത്തിന് അതിമനോഹരമായി തർജുമ ചെയ്ത ആ 13-കാരന്റെ വയസ്സാണ് സിൻസാറുൽ ഹഖ് ഹുദവി എന്ന് നമ്മൾ അറിയണം. സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ പ്രഭാഷകനാക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ഏതെങ്കിലും സ്കൂളിലേക്ക് പോയി ഡിഗ്രിയും PG ഒക്കെ കോളേജിൽ പോയി എന്നിട്ടൊരു 5 മിനിറ്റ് പോലും ആളുകളോട് സംസാരിക്കാത്ത ഒരു കുട്ടിയാക്കി നമ്മുടെ കുട്ടികളെ മാറ്റരുത്. നമ്മുടെ കുട്ടികൾ സമൂഹത്തിൽ ഇടപെടേണ്ടവരാണ്, സമൂഹത്തോട് സംസാരിക്കേണ്ടവരാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് പറയാണ്, 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അതിനെ പേപ്പറിലേക്ക് ഛർദ്ദിച്ചിട്ട് കിട്ടുന്നതിന്റെ പേരാണ് A+. എല്ലാറ്റിലും A+ വാങ്ങണമെങ്കിൽ 1000 ചോദ്യങ്ങളുടെ ഉത്തരമെങ്കിലും തലയിലേക്ക് ഉണ്ടാകണം. പക്ഷെ ഞാൻ ഈ കുട്ടികളോട് പറയാണ്, 1000 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തലയിലേക്ക് അടിച്ചു കയറ്റുന്നതിന്റെ പേര് മാത്രമല്ല വിദ്യാഭ്യാസം. അനീതിക്കെതിരെ ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരു ചോദ്യമെങ്കിലും തിരിച്ചു ചോദിക്കലാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. കുട്ടികളെ അങ്ങനെ തയ്യാറാക്കണം നമ്മൾ. അനീതിക്കെതിരെ ശബ്ദിക്കുന്ന, പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ദീനിന് വേണ്ടി ശബ്ദിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്തണം. അത് ഓരോരുത്തരുടെയും ജോലിയല്ല, ഈ ഇരിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുട്ടികൾ അത്ര സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് വളർത്തണം, അതിമനോഹരമായിട്ട് പഠിപ്പിക്കണം, അവർക്ക് ദീനിയായ വാഞ്ചനകൾ കൊടുക്കണം. നമ്മൾ എല്ലാവരും അതിനെന്ത് വേണം? കുടുംബം അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകണം.